ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഇനി ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന അതും സ്പെഷ്യൽ ഡ്രസ്സിങ്ങിൽ തയ്യാറാക്കിയ ഹൈ പ്രോട്ടീൻ മീലാണ് ഇത്. നിങ്ങൾക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കംപ്ലീറ്റ് മീലായിട്ടോ ലൈറ്റ് ഡിന്നറായിട്ടും കഴിക്കാവുന്ന റെസിപ്പി കൂടിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ അരക്കപ്പ് വെള്ളക്കടല 90% വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചുമന്ന കടലയും എടുക്കാവുന്നതാണ്. മാരിനേഷൻ ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അല്പം ചില്ലി ഫ്ലേക്സും പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്ത കടല ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ലൈറ്റായിട്ടൊന്ന് പാൻ ഗ്രിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ക്രിസ്പി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. കടല നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ സാലഡിൻ്റെ ഹൈലൈറ്റായ ഒരു സ്പെഷ്യൽ ക്യൂക്കമ്പർ ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം, അതുമല്ലെങ്കിൽ പുളി കുറഞ്ഞ ഫ്രഷ് തൈരും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ഒറിഗാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും ഒലിവ് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പീൽഡ് ക്യൂക്കമ്പർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആക്കാനും വയറ് തണുപ്പിക്കാനും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ്. ഡ്രസ്സിങ് ക്യൂക്കമ്പറിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തന്നെ കോട്ടാക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി പാൻ ഗ്രിൽ ചെയ്തെടുത്ത വെള്ളക്കടല കൂടെ ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡയറ്റ് സ്പെഷ്യൽ ഒരുപാട് ചിക്ക് പീസ് സാലഡ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇനി അല്പം ഹെൽത്തി ഫാറ്റ്സും ക്രഞ്ചിനെസ്സും കിട്ടാനായിട്ട് കുറച്ച് റോസ്റ്റഡ് വൈറ്റ് സെസമി സീഡ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാലഡിന് ഒരു ഫ്രഷ് ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഹെൽത്തി ഹൈ പ്രോട്ടീൻ മീൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ദിവസം മുഴുവൻ എനർജി ആയിട്ടിരിക്കാനും വയറ് നിറഞ്ഞ് ഫീല് കിട്ടാനും ഒപ്പം നല്ല ദഹനത്തിനും പ്രോബയോട്ടിക് ശരീരത്തിൽ ലഭിക്കാനും ഈ മീല് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഡയറ്റ് ചെയ്യുന്നവർക്കും മാത്രമല്ല, ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേകിച്ചും പോസ്റ്റ് വർക്കൗട്ട് ഫുഡായിട്ടോ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടും കഴിക്കാവുന്ന ഫില്ലിംഗ് കൂടിയാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.